കേൾക്കുന്നുണ്ടോ? പോരടിക്കുന്നതും പരസ്പരം വലിച്ചു കീറാൻ ഒരുങ്ങുന്നതും ഈ കുഞ്ഞിന്റെ പേരിലാണെങ്കിലേ എനിക്കും ചിലത് പറയാനുള്ള അവകാശമുണ്ട്. സത്യാമ്മയുടെ അത്രയും പണവും പ്രൗഢിയൊന്നും എനിക്കില്ല. വസുമതിയുടെ അത്രയും കുടുംബ മഹിമയോ അലിവോ ഇല്ല. സമ്പാദ്യമായുള്ളത് ഹൃദയത്തിൽ അല്പം കനിവും കരുണയും മാത്രമാ. പക്ഷേ അർജുന്റെയും പ്രീതിയുടെയും കുഞ്ഞിനെ ദത്തെടുക്കണമെങ്കിൽ അതിന് അവകാശമുള്ളത് ഒരാൾക്ക് മാത്രമാ. അത് ഈ എനിക്ക്. ജനിക്കുന്നതിന് മുമ്പ് പ്രീതിക്കൊപ്പം മനസ്സുകൊണ്ട് ഈ കുഞ്ഞിന്റെ അമ്മയായവളാ ഞാനും. അച്ഛന്റെയും അമ്മയുടെയും വീട്ടുകാരുടെ അവകാശത്തിന്റെ കണക്ക് പറയുന്ന ഈ അമ്മമാരന്ന് എവിടെയായിരുന്നു? ഇപ്പൊ കോമയിൽ കിടക്കുന്ന ആ പാവം പെൺകുട്ടിയുടെ പേരില് കണ്ണുനീര് പൊഴിക്കുന്നുണ്ടല്ലോ രണ്ടാളും. അവൾ ഒരു പാലത്തിന്റെ അടിയിൽ കിടന്ന് പ്രസവിക്കേണ്ടി വന്നപ്പോ എവിടെയായിരുന്നു ഈ രക്തബന്ധത്തിന്റെ കട്ടി? അതുകൊണ്ട് കാറ്റ് തണയാത്ത ഒരു ദീപം പോലെ ഞാൻ കൈകൊണ്ട് മറച്ച് കാത്ത് രക്ഷിച്ചൊരു ജീവനാ അർജുന്റെ കയ്യില് ഇപ്പൊ ഒരു കുഞ്ഞായിരിക്കുന്നത്. അവളെ എനിക്ക് വിട്ടു തരണോന്ന് ഞാൻ പറഞ്ഞ വിട്ടു തരാതിരിക്കാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട്? നീ എന്തൊക്കെയാ പറയുന്നത്? അതിനു കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം. അവള് മരിച്ചു പോയ കുഞ്ഞിനെ വേറെ ആർക്കും കൊടുക്കരുതെന്ന് സത്യാമ്മയ്ക്കോ വസുമതിക്കോ ആർക്കും. അവളെ പോലെ എല്ലാവരും പേടിക്കുന്ന ഒരു പ്രീതി കൂടെ ഈ ലോകത്തുണ്ടാവാൻ പാടില്ലെന്ന്. കുഞ്ഞിനെ ഞാൻ തന്നെ വളർത്തണമെന്ന്. എന്റെ കുഞ്ഞിനെ മറ്റാർക്കും കൊടുക്കരുത്. എന്റെ അമ്മയ്ക്കോ അർജുനന്റെ അമ്മയ്ക്കോ ആർക്കും. ശാരദാമ്മ എന്നെ വളർത്തണം. ശാലിനെ പോലെ മിടുക്കിയായിട്ട് അമ്മയെ പോലെ ആരെയും പേടിച്ചവളാവാൻ പാടില്ല. എന്റെ ശാലിനിയെ പോലെ തന്റെ ഇടത്തോടെ ലോകത്തെ നേരിടുന്ന ഒരു പെണ്ണായി അവളുടെ മകള് വളരണോന്ന്. ഇനി പറ, ഈ കുഞ്ഞിനെ എനിക്ക് വിട്ടു തരാതിരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്?
പറ്റില്ല. എന്നാലും ഞാൻ വിട്ടുതരിക. പക്ഷെ ഈ പിഞ്ചു കുഞ്ഞിനെ ചന്തയിലെ ലേലത്തിന് വച്ചിരിക്കുന്ന ആടിനെയും മാടിനെയും പോലെ പരസ്പരം വിലപേശി വാങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ശാരദയ്ക്ക് ജീവനുള്ള കാലത്ത് അത് ഞാൻ സമ്മതിക്കില്ല. അതെ, രണ്ടമ്മമാരും കേൾക്കാൻ വേണ്ടി പറയുക. പഴയൊരു കഥയുണ്ട്. ഒരു കുഞ്ഞിന്റെ പേരിൽ അവകാശത്തർക്കം വന്നു ഇതുപോലെ. കുഞ്ഞിന്റെ അമ്മയാണെന്ന് അവകാശപ്പെട്ട് രണ്ട് സ്ത്രീകൾ. ബുദ്ധിമാനായ ന്യായാധിപൻ ഒരു തീർപ്പ് കൊടുത്തു. രണ്ടമ്മമാരും കുഞ്ഞിനെ രണ്ടായി പകുത്ത് തർക്കം തീർക്കാൻ. ഒരു സ്ത്രീ അപ്പോഴേ റെഡി. രണ്ടാമത്തെ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കുഞ്ഞിനെ രണ്ടായി മുറിച്ച് തർക്കം തീർക്കണ്ട, ആദ്യത്തെ സ്ത്രീ തന്നെ എടുത്തോട്ടെ എന്ന്. കുഞ്ഞിന്റെ അമ്മ ആരാണെന്ന് അപ്പൊ തന്നെ വ്യക്തമായല്ലോ. നൊന്ത് പ്രസവിച്ച ഒരു സ്ത്രീക്ക് തന്റെ കുഞ്ഞിനെ രണ്ടായി മുറിച്ച് അമ്മയുടെ അവകാശം സ്ഥാപിക്കാനൊക്കെ ആവൂ? രാഘവേട്ട, ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് രാഘവേട്ടൻ പറ. എന്റെ പ്രീതിക്കും അവളുടെ കുഞ്ഞിന് നല്ലത് വരാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. കുഞ്ഞിനെ വസുമതിക്ക് വിട്ടുകൊടുക്കണോ അതോ ശാരദാമ്മയ്ക്കോ? അതോ ഈ ദത്തെടുക്കൽ ചടങ്ങാന് വേണ്ടെന്ന് വെക്കണോ? അതിന് ഞാൻ തയ്യാറാ. അങ്ങനെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി. അതൊന്നുമല്ല ഭാമേ, ഇവിടെ തീരുമാനം എടുക്കേണ്ടത് നീ അല്ല. മനസ്സാ നീ സങ്കല്പിച്ചുണ്ടാക്കിയ കിരീടവും ചെങ്കോലും ഒക്കെ താഴെ വെച്ച് ആ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങി നിന്ന് ഒരു സാധാരണ സ്ത്രീയായിട്ട് ചിന്തിക്ക്. നമ്മുടെ മോള് പ്രീതിയുടെ അമ്മയായിട്ട്, ഈ പിഞ്ചു കുഞ്ഞിന്റെ മുത്തശ്ശിയായിട്ട് ചിന്തിക്ക്. രാഘവേട്ട, അതാ പറഞ്ഞത്. ഞാൻ എന്ത് വേണമെന്ന് രാഘവേട്ടൻ തന്നെ പറഞ്ഞു തരാൻ. ഈ കുഞ്ഞിന്റെ മേലുള്ള അവകാശം നിങ്ങൾ മൂന്നമ്മമാരെക്കാൾ അവളെ നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് തന്നെയാ. പക്ഷേ മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിലും പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ വയ്യാത്ത അവസ്ഥയായി പോയല്ലോ നമ്മുടെ മോള് പ്രീതിക്ക്. പിന്നെ അവകാശമുള്ളത്
പോലെയാവും അവൾ വളരുക. അമ്മേ, എന്നെ അമ്മ എങ്ങനെയാ വളർത്തിയെന്ന് എനിക്കറിയാം. സ്വന്തമായുള്ളവരെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ആളാ അമ്മ. അതൊക്കെ സ്വാർത്ഥതയായി ചിലർ വ്യാഖ്യാനിക്കുമെങ്കിലും അമ്മയ്ക്ക് ഇവളെ തന്ന കാലിലൊരു മുള്ളുപോലും കൊള്ളാതെ നോക്കുമെന്ന് എനിക്കറിയാം. മോനെ, നിറവേറ്റാൻ കഴിയില്ല ശാരദാമ്മേ. എനിക്ക് നിങ്ങൾ 3 പേരും അമ്മമാര് തന്നെയാ. ഈ 3 പേരും ചേർന്ന് എന്റെ മോളെ വളർത്തണമെന്നാ എന്റെ ആഗ്രഹം. ഒരുപക്ഷെ എന്റെ പ്രീതി ഇപ്പോഴത് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ 3 പേരും ചേർന്ന് വളർത്തുക എന്നത് പ്രായോഗികമല്ലല്ലോ. പക്ഷേ ഏതെങ്കിലും ഒരു അമ്മയെ കൈവിടാനും എനിക്ക് വയ്യ. അതുകൊണ്ട് നിങ്ങൾക്കാർക്കും എന്റെ മോള് ഞാൻ തരില്ല. ഇവൻ അസല് പൊട്ടൻ തന്നെ. ശാലിനി, എന്റെ മോളെ ശാലിനി ഏറ്റുവാങ്ങണം. അർച്ചനേട്ടാ, അർച്ചനേട്ടാ.
ഈശ്വര. പണി പാളിയല്ലോ. ശ്ശേ. ഈശ്വര ദേവി. ഇനി മുതൽ ശാലിനി അവളുടെ അമ്മ. അർജു, അയ്യോ ദേവി. വിഷ്ണു, ശാലിനിയെ പോലെയല്ല എൻ്റെ മകൾ വളരേണ്ടത്. ശാലിനിയ എൻ്റെ മകൾ വളർത്തേണ്ടത്. ശാരദാമ്മയുടെ അലിവും കരുണയും എല്ലാം ഹൃദയത്തിൽ നിറച്ചു കൊടുത്ത് വസുമതി അമ്മയുടെ കുടുംബ പാരമ്പര്യം പറഞ്ഞു കൊടുത്ത് സത്യാമ്മയുടെ തണല് വിഷ്ണുവൾക്ക് എന്നെക്കാളും നല്ലൊരു അച്ഛനാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കരുത്തുള്ള ഈ കൈകൾ എന്റെ പ്രീതിയെ പൊതിഞ്ഞു പിടിച്ചതുപോലെ എന്റെ മോളെയും പൊതിഞ്ഞു പിടിക്കുമല്ലോ. എടോ എടോ പിള്ളേ, എടോ എന്റെ കൈ തടഞ്ഞിരിക്കുന്നുണ്ടാടോ. എടോ എടോ എനിക്കൊന്ന് താഴ്ന്ന് കൈയടിക്കടോ. ശ്ശേ.